ശബരിനാഥൻ മാധ്യമോട് സംസാരിക്കുന്നു. ഇല്ല, അത് എന്തായാലും ആത്യന്തികമായി വിജയം ലഭിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് UDF ഇതുവരെ ലീഡ് ചെയ്യുന്ന ആ സീറ്റുകളുടെ പേരുകളും എണ്ണവും നിങ്ങൾ നോക്കണം. നിങ്ങൾ സാധാരണ UDFന് അല്ലെങ്കിൽ UDF ഉറപ്പായി ജയിക്കും എന്ന് പറയുന്ന സീറ്റുകളല്ല. അങ്ങനെ ഒരു 3-4 സീറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളും UDF പിടിച്ചടക്കുന്ന സീറ്റുകളാണ്. അങ്ങനെ തന്നെ ലാസ്റ്റ് വരെ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ഞാൻ ആരെക്കുറിച്ച് പക്ഷേ ഇവിടെ LDF മാറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ 50 വർഷമായി. ഇവിടെ LDF മാറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ 50 വർഷമായി. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിച്ച് UDF എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ചത് മറ്റാരുമല്ല, VD സതീശനാണ്. VD സതീശന്റെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ ഇതാ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചിരിക്കുന്നു. ആദ്യ ഫല സൂചനകളിൽ UDF വളരെ പിന്നിലായിരുന്നു അവിടെ, പക്ഷേ അവിടെ അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു കൊച്ചിയിൽ എന്നുള്ളതാണ്. സിജോ വർഗീസ് വിവരങ്ങളുമായി ചെയ്യുന്നു. സിജോ, എത്രയാണ് കക്ഷി നില? സിജോ കേൾക്കുന്നുണ്ടോ? സിജോയിലേക്ക് വരാം. പക്ഷെ കൊച്ചി വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. കൊച്ചി തിരിച്ചുപിടിക്കുന്ന വെച്ചാൽ ഒന്ന് VD സതീശന്റെ സ്വന്തം സ്ഥലമാണ് കൊച്ചി. അവിടെ വിജയിക്കണം എന്നത് പ്രധാനം. VD സതീശൻ ഏറ്റവും റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഷിയാസ് DC പ്രസിഡന്റ് ആയിട്ടുള്ള സ്ഥലമാണ് കൊച്ചി. അവിടെ ജയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. എങ്കിലേ കേരളത്തിലെ ഈ വിജയത്തിന്റെ അത് മാത്രമല്ല UDFന്റെ ശക്തി കേന്ദ്രമാണ് കൊച്ചി കോർപ്പറേഷൻ. അവിടെ ഭരണം നഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ കോഴിക്കോട് മാത്രമാണ് LDF കോർപ്പറേഷനുകളിൽ LDF ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കൊല്ലത്ത് ഉണ്ടായ ഒരു അപ്രതീക്ഷിത തിരിച്ചടി, തൃശ്ശൂരിൽ തിരിച്ചടി പ്രതീക്ഷിച്ചതാണ്. അവിടെ പിന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. കണ്ണൂർ കോർപ്പറേഷൻ UDF നിലനിർത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പക്ഷേ NDAയുടെ മുന്നേറ്റമാണ് കാണുന്നത്. LDFനെ അവിടെ നിന്ന് മാറ്റണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്നാണ് കെ ശബരിനാഥൻ അല്പം മുമ്പ് സംസാരിച്ച. UDFനെ തെരഞ്ഞെടുത്തില്ല, NDA ആണ് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫലസൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി മൊത്തത്തിൽ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തിൽ 7 LDFും 6 UDFും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഒരിടത്ത് ടൈ ആണ്, ഒരിടത്ത് തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം ജില്ലാ പഞ്ചായത്തുകളിൽ നടന്നിട്ടുണ്ട്. കോർപ്പറേഷനിൽ ആധിപത്യം പുലർത്തുന്നു UDF എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി LDF ആധിപത്യം പുലർത്തുന്ന കോഴിക്കോട് കോർപ്പറേഷനിലാകട്ടെ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനാർത്ഥി മുസഫർ അഹമ്മദ് തോൽക്കുന്നു. അവിടെ KPC ജനറൽ സെക്രട്ടറി PM നിയാസ് തോൽക്കുന്നു. അതേസമയം മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് ഫാത്തിമ തഹ്ലിയ അവിടെ നിന്ന് ജയിച്ചു വരുന്നു എന്നും കാണാം. അപ്പോ പല പ്രമുഖ സ്ഥാനാർത്ഥികളും തോറ്റുപോയ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഫെനി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരി അടൂരിൽ തോറ്റു. EM അഗസ്തി AICC അംഗം കട്ടപ്പനയിൽ തോറ്റു, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ തോറ്റു. PM നിയാസ് കോഴിക്കോട്ട് തോറ്റു. അങ്ങനെ തോറ്റ പ്രമുഖരുടെ സ്ഥാനാർത്ഥികളുണ്ടായിരിക്കെ തന്നെ പുതുമുഖ സ്ഥാനാർത്ഥികൾ പലരും ജയിക്കുന്നു. വൈഷ്ണ മുട്ടടവാടിൽ തിരുവനന്തപുരത്ത് ജയിക്കുന്നു, ശബരിനാഥൻ ജയിക്കുന്നു. അങ്ങനെ വളരെ കൗതുകങ്ങൾ ഉണ്ടാക്കുന്ന ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും UDFന്റെ കോൺഗ്രസിന്റെ അടിവരയിട്ട് പറയേണ്ടതാണ്, കോൺഗ്രസിന്റെ തിരിച്ചുവരവ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ദൃശ്യമാണ്. പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിന്റെ ടാലി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ജില്ലാ പഞ്ചായത്തിലെ മുന്നേറ്റം ശ്രദ്ധിക്കുക, ബ്ലോക്ക് പഞ്ചായത്തിലെ പോരാട്ടം ശ്രദ്ധിക്കുക, മുനിസിപ്പാലിറ്റികളുടെ ആധിപത്യം നിലനിർത്തിയത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ 383 സ്ഥലത്ത് UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 369 സ്ഥലത്ത് LDF ഉള്ളൂ. അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള, ഏറ്റവും ഗ്രാസ് റൂട്ടിലുള്ള യൂണിറ്റായ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 383 UDF മുന്നിട്ട് നിൽക്കുന്നു എന്നതിനർത്ഥം എന്താണ്?